അസ്സലാമു അലൈക്കും. ഈ ലോകത്ത് കാണാൻ കൊതിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ ഉൾവശമുണ്ടെങ്കിൽ മാഷാ അല്ലാ അത് വിശുദ്ധ കഅബയുടെ ഉൾവശമാണ്. ഇത്തവണ മുഹറം 15-ന് കഅബ കഴുകുന്ന ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ വിശിഷ്ട വ്യക്തികൾ ഈ കഅബക്കുള്ളിലേക്ക് കടന്നപ്പോൾ കണ്ടൊരു അത്ഭുതം, മാഷാ അല്ലാ എത്ര പറഞ്ഞാലും അതിന്റെ സന്തോഷം മതിയാവില്ല. കാരണം ആ വിശുദ്ധ കഅബക്കുള്ളിൽ കടക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് ലോകത്ത് വളരെ അപൂർവം ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ചില മഹാഭാഗ്യങ്ങളാണ്. അതിന് അള്ളാഹു ചില ആളുകൾക്ക് ഭാഗ്യം നൽകണം. ഇത്തവണ ഇൻഷാ അല്ലാഹ് മുഹറം 15-ന് അന്ന് 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് വിശുദ്ധ കഅബ ഈ പനിനീറും റോസും ഊത് അത്തറൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വിശിഷ്ട വ്യക്തികൾ കടന്നു കഴിഞ്ഞപ്പോൾ ആ കഅബക്കുള്ളിൽ കണ്ട കാഴ്ച, ഹബീബായ നബിയുടെ കവിള് ചേർത്ത് വെച്ച ഹബീബായ നബിയുടെ പ്രാർത്ഥന കൊണ്ട് കണ്ണുനീരിറ്റ് വീണ ആ ഭാഗം പ്രത്യേകം അടയാളപ്പെടുത്തിയൊരു ഭാഗം. അതോടൊപ്പം തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചതിന്റെ ഭാഗങ്ങളൊക്കെ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കണ്ട അത്ഭുതങ്ങൾ മാഷാ അല്ലാഹ്. ആ വിശുദ്ധ കഅബക്കുള്ളിൽ ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഇതാ ഈ വിശുദ്ധ കഅബക്കുള്ളിൽ നടക്കുന്ന അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണുന്നുണ്ട്. അതിൻ്റെ അടിഭാഗത്തൊക്കെ വെളുത്ത മാർബിളുകളുണ്ട്, മേലെ പച്ച തുണിത്തരങ്ങളുണ്ട്, പിന്നെ ഒരുപാട് രാജാക്കന്മാർ സമ്മാനിച്ച കലാസൃഷ്ടികളുണ്ട്. ഇതൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മൾ ഈ പുറത്തേക്ക് കാണുന്ന കഅബയുടെ ഭംഗിക്കപ്പുറം അതീവ രഹസ്യങ്ങളാണ്. ഒരു പെട്ടി കഅബക്കുള്ളിലുണ്ട്. ആ പെട്ടിയിൽ എന്തെന്തൊക്കെ രഹസ്യങ്ങളാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പണ്ടൊരു കാലത്ത് ഈ കഅബക്കുള്ളിൽ വില പിടിച്ച രത്നങ്ങളും മുത്തുകളും മാനിന്റെ രൂപങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പലതും പിന്നീട് മോഷ്ടിക്കപ്പെട്ടു. ഇന്ന് അത്തരം അലങ്കാരങ്ങളൊന്നും കഅബക്കുള്ളിലില്ല. പക്ഷേ ചില കലാസൃഷ്ടികളുണ്ട്, ചില വിളക്ക് പോലെയുള്ള പലതും അവിടെ തൂങ്ങിക്കിടക്കുന്നത് കാണാം. 3 മരത്തൂണുകളാണ് വിശുദ്ധ കഅബക്കുള്ളിലുള്ളത്. 3 മരത്തൂണുകൾ. അതിന് 9 മീറ്റർ ഉയരമാണ് ആ ഒരു മരത്തൂണുകൾക്കുള്ളത്. അതിനുള്ളിൽ വേറൊരു സ്റ്റെയർ കേസ് ഉണ്ട്, വേറൊരു കോണിപ്പടിയുണ്ട്. വിശുദ്ധ കഅബക്ക് ഒരു മേൽക്കൂരയുണ്ട്, ഒരു മച്ചിൻപുറം, ഒരു തട്ടുകൂടി ശരിക്കും വിശുദ്ധ കഅബക്കുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു പാമ്പ് രക്ഷകനായ ഒരു ഭീമൻ സർപ്പം പാർത്തിരുന്നു എന്നൊക്കെ ചില ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. അതിന്റെ വിശേഷങ്ങൾ നമുക്ക് വേറെ പറയാം. വിശുദ്ധ കഅബക്കുള്ളിലൊരു പെട്ടി. ആ പെട്ടിക്കുള്ളിൽ എന്താണ് ശരിക്കും സൂക്ഷിക്കുന്നത്? ഇത്തവണ അതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് വിശിഷ്ടരായ വ്യക്തികൾ, അവിടുത്തെ ഭരണാധികാരികളുടെ പ്രതിനിധികൾ, വലിയ വലിയ പണ്ഡിതന്മാർ, സർക്കാരിന്റെ പ്രതിനിധികൾ, ഇത്തരം ആളുകൾക്ക് മാത്രമാണ് ഈ വിശുദ്ധ കഅബക്കുള്ളിലേക്ക് കടക്കാൻ അനുമതിയുള്ളൂ. മറ്റൊരു സാധാരണക്കാരനും വിശുദ്ധ കഅബന്റെ ഉള്ളിലേക്ക് കടക്കാൻ അനുമതിയില്ല. ഇനി നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മാഷാ അല്ലാഹ് അത്രയും മഹാഭാഗ്യം ലഭിച്ച ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് വിശുദ്ധ കഅബ കഴുകുന്ന ഒരു ചടങ്ങിന്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങളൊക്കെ അത്തരത്തിൽ കഴുകുന്ന ചടങ്ങ് നേരിൽ കണ്ട ആളുകളാണ്, അതിന് മഹാഭാഗ്യം ലഭിച്ച ആളുകളാണ്. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷം. അത്രയും മഹാഭാഗ്യമുള്ള ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നവരിലുണ്ടല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ സന്തോഷിച്ചത്. നമുക്ക് ആ കഅബന്റെ ഉള്ളു കാണാൻ കഴിഞ്ഞില്ലെങ്കിലും റബ്ബ് അതിന്റെ പുറം ഭാഗമെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞാൽ മതി. അതാണ് നമ്മുടെ പ്രാർത്ഥന. അത് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ആ വിശുദ്ധ കഅബയുടെ ഉള്ളിൽ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയിൽ ഊദിന്റെ ഓയിലുകളും റോസിന്റെ ഓയിൽ, ഇങ്ങനെ ഇതൊക്കെ ഈ കഅബ കഴുകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് വലിയൊരു അളവിൽ സംസം വെള്ളവും അതേപോലെ ഊദ് അത്തറുകളും പിന്നെ റോസ് വാട്ടറൊക്കെയാണ്. അതാണ് ഈ പെട്ടിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. മുൻപ് ആ പെട്ടിയിലൊക്കെ കോടാനുകോടി രൂപ വിലമതിക്കുന്ന വജ്രങ്ങളും രത്നങ്ങളും ആയിരുന്നെങ്കിൽ ഇന്ന് അത്തരം സാധനങ്ങളല്ല. അതോടൊപ്പം തന്നെ മുൻപുള്ള ഓട്ടോമൻ സാമ്രാജ്യത്തിന് മുതലുള്ള ഭരണാധികാരികൾ സമ്മാനിച്ച വിളക്കുകളും ഇതൊക്കെ കഅബന്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാം. അതോടൊപ്പം തന്നെ ഈ ചുമരിന്റെ ഭാഗത്തൊക്കെ മാർബിൾ കൊണ്ട് ഉയർത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പച്ച തുണികൾ കൊണ്ട് കെട്ടിയിട്ടാണ്. അപ്പോൾ ഓരോ ഭരണാധികാരി ചെയ്തു വെച്ച സമ്മാനങ്ങളൊക്കെ അവരുടെ പേര് കൊത്തിവെച്ചിട്ട് തന്നെയാണ് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറി നമസ്കരിക്കാന്ന് പറഞ്ഞാൽ എവിടേക്കും നമസ്കരിക്കാലോ. അവിടെ കിബിലക്ക് മുന്നിടാന്ന് പറഞ്ഞാൽ ആ വിശുദ്ധ കഅബക്കുള്ളിലെ കിബിലയുടെ രഹസ്യം അറിഞ്ഞാൽ തന്നെ നമ്മൾ ബോധം കെട്ടുപോകും. പടച്ച റബ്ബേ, നമുക്കതിന്റെ സന്തോഷം കാരണം ആ വിശുദ്ധ കഅബന്റെ ഉള്ളിൽ കയറിയിട്ട് നമസ്കരിക്കുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കുക? അവിടെ ഇത്തവണ കയറിയ മഹാപണ്ഡിതന്മാർ ഹബീബായ നബി നമസ്കരിച്ച അവിടെ പ്രത്യേകം മാർക്കിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ നമസ്കരിക്കാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചു. അതോടൊപ്പം തന്നെ അവരുടെ ഹബീബായ നബി തന്റെ കവിൾത്തടം ചേർത്ത് വെച്ച, തന്റെ വയറ് ചേർത്ത് വെച്ച, അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച കണ്ണുനീരിറ്റ് വീണ ഭാഗങ്ങളൊക്കെ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ നമസ്കരിക്കാൻ അവർ തയ്യാറായി എന്നുള്ളതാണ്. മുൻപ് അവരുടെ ഒരു ചിന്താഗതിക്കനുസരിച്ച് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. പക്ഷെ ഇന്ന് അവരതേപോലെ ഹബീബായ നബിയെ അതേപോലെ പിന്തുടരാൻ അവിടുത്തെ ആളുകൾ തയ്യാറാവുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാഴ്ചയാണ്. അതോടൊപ്പം വിശുദ്ധ ഖുർആനിന്റെ ലിപികള് വെള്ളിയിൽ എഴുതി വെച്ചതൊക്കെ അതിന്റെ മേൽക്കൂരയിലും മറ്റും കാണാം.
വിലമതിക്കാനാവാത്ത വജ്രങ്ങളും രത്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് വിശുദ്ധ കഅബ. എന്നതിനൊക്കെ മാറിയിട്ട് ഒരുപാട് അമൂല്യ വസ്തുക്കളാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറാൻ, നമുക്കത് കയറാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിന്റെ ഒരു വീഡിയോ കാണുമ്പോൾ ഇൻഷാ നമ്മളൊക്കെ പ്രാർത്ഥിക്കുക ആ ഒരു വിശുദ്ധ കഅബയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്, ഒരു ഹജ്ജ് ചെയ്യാനും ഒരു ഉംറ ചെയ്യാനും അവിടേക്കൊന്ന് നേരിൽ കാണാനും. അതോടൊപ്പം തന്നെ അതിന്റെ ഒരു കോണി ഉണ്ടല്ലോ, ഉള്ളിലൊരു കോണി 1996 ആ കോണി ഒടുവിൽ നവീകരിച്ചിട്ടുള്ളത്. ആ ഒരു കോണിയുടെ ഉള്ളിൽ കയറിയതിന് മീതെ ഒരു തട്ടുണ്ട്. ആ തട്ടിന്റെ പുറത്തൊക്കെ ശൂന്യം, അതിന്റെ ഉള്ളിലൊന്നുമില്ല. അപ്പൊ അതിന്റെ ഉള്ളിലാണ് പണ്ടൊരു പാമ്പ് പാർത്തിരുന്നു എന്നുള്ളതും ഇൻഷാ അല്ലാഹ് പാമ്പിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വീഡിയോയിൽ ഞാനത് പറയുന്നില്ല. ആ പാമ്പിനെ നിഷേധിക്കുന്ന ചരിത്രകാരന്മാരുണ്ട്. പക്ഷെ വളരെ വലിയൊരു വിഭാഗം ആളുകളും ആ പാമ്പ് അവിടെ കഅബക്ക് കാവലായിട്ട് അവിടെ പാർത്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ വീഡിയോ നേരത്തെ കണ്ട ആളുകൾ ഉണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്നും ഇവിടെ പങ്കുവെക്കാം. പിന്നെ മാഷാ അല്ലാഹ് ഞാൻ ഇത്തവണ ഈ കഅബ കഴുകുന്ന ചടങ്ങിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ അതിങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് നമ്മളിങ്ങനെ സ്വപ്നം കണ്ടു നമ്മളും അതിനുള്ളിൽ കടക്കുന്നതായിട്ട്. മാഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആ വിശുദ്ധ കഅബ കാണാനും അവിടെയൊക്കെ ചെല്ലാനും ആ ഒരു കില്ല പിടിക്കാനും ഹജറുൽ അസ്വദ് ചുംബിക്കാനും തവാഫ് ചെയ്യാനും ഒക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഇതുമാത്രം ചിന്തിച്ച് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് അതിന്റെ സ്വപ്നങ്ങൾ കാണാൻ. മാഷാ അല്ലാഹ് അങ്ങനെ സ്വപ്നങ്ങൾ കണ്ടവരുണ്ടോ? തവാഫ് ചെയ്യണതും അതുപോലെ വിശുദ്ധ കഅബയൊക്കെ. അപ്പൊ അതവിടെ ഈ കഅബക്കുള്ളിൽ പ്രസവിച്ച ആളുകളുണ്ട്. ഹാക്കിം എന്ന പേരിലൊരു സ്വഹാബി, ഖദീജ ബിബിയുടെ കുടുംബക്കാരാണ്. അതിനുള്ളിലെ പ്രസവിച്ചത്. അലി റളിയല്ലാഹു അൻഹുവിനെ കഅബക്കുള്ളിലാണ് പ്രസവിച്ചത് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില ആളുകളല്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ ഏതാനും ചില സ്വഹാബിമാരെ പ്രസവിക്കപ്പെട്ടത് വിശുദ്ധ കഅബക്കുള്ളിലാണ്. അപ്പൊ അതിനൊക്കെ മഹാഭാഗ്യം ലഭിച്ച ആളുകൾ. പിന്നെ അതിന്റെ ഉള്ളിൽ പണ്ട് കാലത്ത്, അതായത് ഹബീബായ നബിക്കൊക്കെ മുൻപ് പല ആളുകളും ഒരു കാമുകന്മാർ എന്തൊക്കെ ചില തോന്നിവാസങ്ങൾ കാണിച്ചപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങി അവർ രണ്ടുപേരും കരിങ്കൽ പ്രതിമകളായിട്ട് മാറി. അവരൊക്കെ പിന്നീട് വിഗ്രഹങ്ങളായിട്ട് മാറി എന്നുള്ളതാണ്. ഈ കഅബക്കുള്ളിൽ പണ്ട് ഹബീബായ നബി മക്കം വിജയത്തിൽ നിന്ന് വന്ന സമയത്ത് അതില് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബിക്ക് പകരമായിട്ട് ബലിയർത്ത ആടിന്റെ കൊമ്പുകൾ അവിടെ ചേർത്ത് വെച്ചിരുന്നു. അതേപോലെ ഇബ്രാഹിം നബിയുടെ ഫോട്ടോ വെച്ചിരുന്നു, ഇസ്മായിൽ നബിയുടെ ഫോട്ടോ വെച്ചിരുന്നു, മറിയം ബീവിയുടെ ഫോട്ടോ വെച്ചിരുന്നു. മറിയം ബീവി കുഞ്ഞു യേശുവിനെ ഈസാ നബി മടിയിൽ എടുത്തിരുത്തിയ ഫോട്ടോ വെച്ച് ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കഅബയൊക്കെ പിന്നീട് അതൊക്കെ ശുദ്ധീകരിച്ച് അവിടുന്ന് വിഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കി ആ ഭാഗത്ത് ഇതേപോലെ സെയിം ഇവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളുള്ള വേറെ ചില ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ മക്കം വിജയത്തോടു കൂടി ആ ക്ഷേത്രങ്ങളൊക്കെ പോയി ആളുകളൊക്കെ പൂർണ്ണമായിട്ട് കൺവേർട്ടായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഫുള്ള് ഏകദൈവ ആരാധനയുടെ കേന്ദ്രമായിരുന്ന ഈ ഒരു കഅബക്കുള്ളിൽ പിന്നീടാണ് ഈ അംർ ഇബ്നു ലുഅയ് എന്ന പേരുള്ള ഒരാളാണ് പിന്നീട് അവിടെ വിഗ്രഹങ്ങൾ ഒരു ക്രിസ്തുവർഷം ഒരു 5-5 നൂറ്റാണ്ടിലാണ് അല്ലെങ്കിൽ 4.5 നൂറ്റാണ്ടിലാണ് അത്തരം ഒരു രീതിയിലേക്ക് അത് മാറിയത്. അതിന് മുൻപ് അത് വെറും ഒരു ഏകദൈവ ആരാധന കേന്ദ്രമായിരുന്നു. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറുക എന്ന് പറഞ്ഞാൽ പ്രത്യേക സുന്നത്തൊന്നും ഇല്ല കേട്ടോ. അതേപോലെ ഒരിക്കൽ ആയിഷ ബീവി ചോദിച്ചിരുന്നു, എനിക്കതിനുള്ളിൽ കയറുന്ന വലിയ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹബീബ നബി എടുത്തുയർത്തിയിട്ട് ഇപ്പോഴത്തെ ഹിജ്റി ഇസ്മായിലിന്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. കാരണം അന്ന് ഖുറൈശികൾ ഇതിന്റെ കഅബയുടെ വാതിലൊക്കെ പൂട്ടിയിട്ട് ഒരു പ്രത്യേക ആൾക്കാർക്ക് മാത്രമേ തുറന്നു കൊടുക്കുള്ളായിരുന്നുള്ളൂ. അതുകൊണ്ട് അന്ന് ഹബീബ നബി ആയിഷ ബീവി ഹിജ്റി ഇസ്മായിലിന്റെ ഭാഗം കഅബക്കുള്ളിലാണെന്ന് പറഞ്ഞ് അവിടെ നിസ്കരിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും ഈ ഹിജ്റി ഇസ്മായിലിനെ അവിടെ നിസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ചു വരണം. ഇത് കഅബക്കുള്ളിൽ നിസ്കരിച്ചതിന് പുണ്യം കിട്ടും. നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും അത്തരത്തിൽ ഈ ഹിജ്റി ഇസ്മായിലിനെ അവിടെ നിസ്കരിച്ചവരുണ്ടോ? അപ്പൊ എന്തായാലും ഈ ഒരു സന്തോഷമാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. നിങ്ങൾ ഈ സന്തോഷം പരമാവധി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവിടെ ഹിജ്റി ഇസ്മായിലിനുള്ളിൽ കയറി നിസ്കരിച്ച ആളുകളുണ്ടെങ്കിൽ ആ സന്തോഷം ഒന്ന് താഴെ ഒന്ന് കമന്റ് ആയിട്ട് പങ്കുവെക്കണേ. അസ്സലാമു അലൈക്കും.